എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജിജി ചിലമ്പിൽ എഴുതിയ ഹൊറർ നോവലായ കാട്ടുചെന്നായ. കേൾക്കാം, ആസ്വദിക്കാം. കായലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ട് ഓളങ്ങളിൽ പതുക്കെ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ബോട്ടിനുള്ളിൽ അവർ 3 പേരാണ് ഉണ്ടായിരുന്നത്. ദേവൻ, അശോക്, മുരളീപ്രസാദ്. ദേവൻ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സംവിധായകനാണ്. അശോക് കേരളത്തിലെ പ്രശസ്തമായൊരു ഫൈനാൻസിംഗ് കമ്പനി ഉടമയുടെ ഏക മകനാണ്. മുരളിപ്രസാദ് പേരെടുത്തു വരുന്ന തിരക്കഥാകൃത്തും. എന്റെ സിനിമ വിജയിച്ച സെക്സ് ഹൊറർ സിനിമകളുടെ ട്രെൻഡ് ആയിരിക്കും ഇനി മലയാളത്തിൽ വരാൻ പോകുന്നത്. ദേവൻ കയ്യിലിരുന്ന ബിയർ ഗ്ലാസ് സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു. നമ്മുടെ സിനിമയുടെ പേര് തന്നെ പുതുമ നിറഞ്ഞതാണ് അല്ലേ ദേവൻ സർ? അശോക് ദേവന്റെ മുഖത്തേക്ക് നോക്കി. അതെ, കാട്ടുചെന്നായ സൂപ്പർ ഹിറ്റ് ആവും, ഉറപ്പ്. ഈ സിനിമ ദേവൻ എന്ന പഴയകാല ഡയറക്ടറുടെ ശക്തമായ തിരിച്ചുവരവ് കൂടിയായിരിക്കും. ഒപ്പം മലയാളത്തിന് ശക്തനായ ഒരു തിരക്കഥാകൃത്തിനെ കൂടി ലഭിക്കും. അത് കേട്ട് മുരളീപ്രസാദ് പുഞ്ചിരിച്ചു. 1-2 സീരിയലിന്റെ തിരക്കഥാകൃത്തായി പ്രവർത്തിച്ചതാണ് ഈ രംഗത്ത് മുരളിയുടെ മുൻപരിചയം. ഷൂട്ടിംഗ് എന്ന് തുടങ്ങാനാണ് തീരുമാനം? അശോക് കയ്യിലിരുന്ന ഫോറിൻ സിഗരറ്റ് ചുണ്ടിൽ തിരികി. ചിങ്ങം 1-ന്, എന്റെ ലക്കി നമ്പറാണത്. ദേവൻ കാലിയായ ബിയർ ഗ്ലാസ് ടീപ്പോയുടെ പുറത്ത് വെച്ചു. ഹൗസ് ബോട്ടിന്റെ ജനാലയിലൂടെ ചുളുചുളുപ്പൻ കാറ്റ് അകത്തേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അശോകിന്റെ നീണ്ട മുടിയിഴകൾ കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു. അശോകിനെ പോലൊരു നിർമ്മാതാവിനെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ സിനിമയുടെ കഥയുമായി ഞാൻ പലരെയും സമീപിച്ചതാണ്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞപ്പോ ആർക്കും താല്പര്യമില്ലായിരുന്നു. ഇതിന്റെ പേരുള്ള പുതുമ തന്നെയാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. കഥ കൂടി കേട്ടതും ഈ സിനിമ എനിക്ക് തന്നെ നിർമ്മിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം ഹൗസ് ബോട്ട് കരയിലേക്ക് മടങ്ങുമ്പോൾ പടിഞ്ഞാറ് കുങ്കുമ നിറം പടർന്നു കഴിഞ്ഞിരുന്നു. കായൽ തീരത്തിനടുത്ത് കാട്ടിനുള്ളിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് യൂണിറ്റ് അംഗങ്ങളും നടീനടന്മാരും മടങ്ങിയെത്തി. കായലിന് സമീപത്തുള്ള ഇരുനില വീട്ടിലാണ് എല്ലാവരും താമസിക്കുന്നത്. കാട്ടുചെന്നായ എന്നെഴുതിയ വലിയ ഫ്ലെക്സ് വലിച്ചു കെട്ടിയ യൂണിറ്റിന്റെ വണ്ടി വീടിന്റെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. വീടിന് പിൻഭാഗത്തായിരുന്നു മെസ്സ് തയ്യാറാക്കിയിരുന്നത്. രാത്രിഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മെസ്സിന്റെ ചുമതല വഹിക്കുന്നവർ. മുറ്റത്തൊരു 540 ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും ദേവനും മുരളിപ്രസാദും ഇറങ്ങി മുകളിലേക്ക് പോയി. വരാന്തയിലേക്ക് കയറി അവർ എതിരെ യമുന റാണി വരുന്നത് കണ്ടു. ദേവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു. എന്താ യമുന, നമ്മുടെ നായിക എവിടെ? സിത്താര മുറിയിലുണ്ട് സർ. ദേവൻ അവളെ കടന്നിട്ട് തിരിഞ്ഞു നോക്കി. ദേവൻ വാതിൽ തുറന്ന് അകത്ത് കയറി. പിന്നാലെ മുരളിയും. ഹൊറർ സീനുകൾക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഇമ്പാക്ട് കിട്ടുകയുള്ളൂ. ദേവൻ കസേര വലിച്ചിട്ടിരുന്നു. ഹോളിവുഡ് സിനിമയോട് കിടപിടിക്കുന്നതായിരിക്കണം നമ്മുടെ സിനിമ. പണം എത്ര മുടക്കാനും അശോക് തയ്യാറാണ്. പെട്ടെന്ന് ദേവന്റെ മൊബൈൽ ചലിച്ചു. അയാൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ അശോകിന്റെ നമ്പർ കണ്ടു. ഹലോ അശോക്, എവിടെയാണ്? ദേവൻ കോൾ ബട്ടൺ അമർത്തി. ദേവൻ സാർ, ഞാൻ ഹൗസ് ബോട്ടിലുണ്ട്. കൂടെ നമ്മുടെ ലോലിതയുമുണ്ട്. സീരിയൽ നടി ലോലിതയല്ലേ? അതെ സർ, അവൾക്ക് നമ്മുടെ പടത്തിലൊരു ചാൻസ് കൊടുക്കണമെന്ന്. പിന്നെന്താ അശോക്, കൊടുക്കാമല്ലോ. ശരി സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അശോകായിരുന്നു. കോൾ കട്ട് ചെയ്തുകൊണ്ട് ദേവൻ മുരളിയോട് പറഞ്ഞു. മുരളി, ഞാനൊന്ന് കുളിച്ച് വേഷം മാറട്ടെ. ദേവൻ എണീറ്റു. ഓക്കെ സർ, ഞാനും മുറിയിലേക്ക് പോവുകയാണ്. മുരളി വാതിൽ തുറന്നു. ദേവൻ മൊബൈൽ എടുത്ത് സിത്താരയുടെ നമ്പർ കുത്തി. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ സിത്താരയുടെ ശബ്ദം ഒഴുകി വന്നു. എന്താ സർ? സിത്തു, നീ എന്റെ മുറിയിലേക്ക് വരണം. യമുനയെ കൂടി കൂട്ടിക്കോ. ശരി സർ. ദേവൻ സാർ രാത്രിയിൽ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിത്താര പറഞ്ഞു. ദേവൻ സാറിന്റെ പടത്തിലൊക്കെ തനിക്ക് നല്ല വേഷങ്ങളാണ് കിട്ടിയത്. അത് ഇതുപോലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ള പ്രതിഫലമാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. സിത്താര വളരെ ലോലമായ ഒരു ഗൗണായിരുന്നു ധരിച്ചിരുന്നത്. അതേ വേഷത്തിൽ തന്നെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ വരാന്തയിലൂടെ നടന്ന് തൊട്ടപ്പുറത്തെ മുറിയുടെ വാതിലിൽ തട്ടി. വാതിൽ തുറന്നത് യമുനയുടെ അമ്മ ഗോമതിയായിരുന്നു. എന്താ മോളെ? ദേവൻ സാർ വിളിക്കുന്നു.
യമുന എവിടെ അമ്മേ? ടിവിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരുന്ന യമുന എണീറ്റ് വന്നു. മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. വാ, സാറ് വിളിക്കുന്നു. അവൾ അമ്മയെ നോക്കിയ ശേഷം സിതാരയ്ക്കൊപ്പം നടന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ച ഗോമതി വാതിലടച്ചു. ദേവന്റെ മുറിയുടെ മുന്നിൽ അവർ എത്തി. സിതാര വാതിൽ തട്ടി. അത് പൂട്ടിയിരുന്നില്ല. അവർ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്നിട്ട് കതകിന് കുറ്റിയിട്ടു. ദേവൻ സർ, സിതാര വിളിച്ചു. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ഞാൻ കുളിക്കുകയാണ്, നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം, അകത്തേക്ക് വന്നോളൂ. കുളിമുറിയിൽ നിന്നും ദേവൻ വിളിച്ചു പറഞ്ഞു. ദേവൻ സാറിന്റെ പ്രത്യേക സ്വഭാവം നന്നായി അറിയാവുന്ന പെൺകുട്ടികൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. പിന്നെ അവർ ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ചു കളഞ്ഞിട്ട് ബാത്റൂമിലേക്ക് ചെന്നു. അതിന്റെ വാതിൽ തുറന്നിട്ട് കുളിക്കുകയായിരുന്നു ദേവൻ. ആ സമയത്ത് വീടിന് പിൻഭാഗത്ത് മെസ്സിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജോണി ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് മൂത്രമൊഴിക്കാനായി അല്പ അകലെയുള്ള ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. അപ്പോൾ ഇരുളിലൂടെ ഒരു കറുത്ത രൂപം പതുക്കെ വീടിന് നേരെ നടന്നു വന്നു. നീണ്ടു മെലിഞ്ഞ് മൂടി പൊതിഞ്ഞ ഒരു രൂപമായിരുന്നത്. ചെന്നായി നടക്കുന്നത് പോലെ ചാടി ചാടിയാണ് അത് നടന്നിരുന്നത്. മൂത്രമൊഴിച്ച് തിരിഞ്ഞ ജോണി മുന്നിൽ നിൽക്കുന്ന സത്വത്തെ കണ്ട് ഞെട്ടിപ്പോയി. അലറാൻ വായ തുറന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ച് ആ സത്വം പിന്നിലേക്ക് വളച്ചു. കഴുത്തിലെ അസ്ഥികൾ ഒടിയുന്ന ശബ്ദം കേട്ടു. ആ സത്വം ജോണിയുടെ കഴുത്തിൽ അതിന്റെ വലിയ കോമ്പല്ലുകൾ കുത്തിയിറക്കി. ഞരമ്പ് കടിച്ചു മുറിച്ച് ചോര വലിച്ചു കുടിച്ചു. കായൽ തീരവും വനപ്രദേശവും മങ്ങിയ നിലാവിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. യൂണിറ്റ് അംഗങ്ങൾ താമസിക്കുന്ന വീട്ടിനുള്ളിൽ നിന്നും ആളുകളുടെ ഉച്ചത്തിലുള്ള ചിരിയും സംസാരവും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടറും സംഘവും അടുത്ത ദിവസം ഷൂട്ട് ചെയ്യേണ്ട സീനുകളെ കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. മറ്റു ചിലർ സംഘം ചേർന്ന ചീട്ടുകളിയിൽ ലയിച്ചിരിക്കുന്നു. കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോഴുണ്ടായിരുന്ന ശബ്ദത്തിൽ ജോണി നിലവിളിച്ചു. പക്ഷെ വീടിനുള്ളിൽ നിന്നും ഉയരുന്ന ശബ്ദത്തിൽ അത് മുങ്ങിപ്പോയി. മരണവെപ്രാളത്തോടെ ജോണി ഒന്ന് പെടഞ്ഞു. അയാളുടെ കൈ വായുവിൽ ഒരു പിടിവള്ളിക്ക് എന്ന വണ്ണം ഒന്ന് രണ്ട് പ്രാവശ്യം പരതി. ആ സത്വത്തിന്റെ തല മൂടിയിരുന്ന വസ്ത്രത്തിൽ ജോണിക്ക് പിടുത്തം കിട്ടി. ശിരോവസ്ത്രം അഴിഞ്ഞു വീണപ്പോൾ ചെന്നായുടെ രൂപസാദൃശ്യമുള്ള ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ കടവായിൽ നിന്നും ചാടിയിരിക്കുന്ന കൂർത്ത കോമ്പല്ലിൽ രക്തം കട്ട പിടിച്ചിരുന്നു. ആ സത്വം കൈ അയച്ചതും ജോണിയുടെ ശരീരം നിലത്തു വീണു. ഒന്ന് പിടഞ്ഞ ശേഷം അത് നിശ്ചലമായി. ചുറ്റുപാടും ഒന്ന് നോക്കിയ ശേഷം ആ സത്വം ഇരുളിലേക്കിറങ്ങി കാട്ടിനുള്ളിൽ അപ്രത്യക്ഷമായി. ജോണിയെ കാണാതെ അന്വേഷിച്ചു വന്ന പ്രൊഡക്ഷനിലെ ഒരു പയ്യനാണ് അയാളുടെ നിർജീവമായ ശവശരീരം കണ്ടത്. ആ വാർത്ത കേട്ടതും യൂണിറ്റ് അംഗങ്ങൾ ഒന്നടങ്കം ഞെട്ടിപ്പോയി. ഓർക്കപ്പുറത്തുണ്ടായ ജോണിയുടെ മരണം അവർക്ക് ഒരാഘാതമായിരുന്നു. ദേവനും മറ്റുള്ളവരും ഓടിയെത്തി. ദുഃഖത്തോടെ അവർ ജോണിയുടെ അരികിൽ നിന്നു. 3-4 വർഷമായി പ്രൊഡക്ഷനിൽ മെസ്സിന്റെ ചുമതല വഹിക്കുന്ന ജോണിയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നേരം പുലർന്നു കഴിഞ്ഞാണ് പോലീസ് സംഘം എത്തിയത്. പതിവ് നടപടിക്രമങ്ങൾക്ക് ശേഷം ശവം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഏതെങ്കിലും കാട്ടുമൃഗം ആക്രമിച്ചതായിരിക്കാം മരണകാരണമെന്ന് ഒറ്റ നോട്ടത്തിൽ പോലീസ് പറഞ്ഞു. അത് കേട്ടതോടെ ദേവൻ യൂണിറ്റിലുള്ള എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. ആരും തനിച്ച് കാട്ടിനുള്ളിൽ കയറരുത്, പ്രത്യേകിച്ചും രാത്രിയിൽ. അന്നത്തെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് സിനിമാ പ്രവർത്തകർ ജോണിയുടെ മരണത്തിൽ ദുഃഖം ആചരിച്ചു. ഉച്ചയായപ്പോഴാണ് അശോക് എത്തിയത്. അയാൾക്കൊപ്പം ദേവനും കാറിൽ കയറി. രാത്രി എവിടെയായിരുന്നു? ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ലോലിത പോയില്ലേ? ദേവൻ ചോദിച്ചു. ഇല്ല, അവൾ ഹൗസ് ബോട്ടിലുണ്ട്. ഞങ്ങൾ ഇന്നലെ ഹൗസ് ബോട്ടിലായിരുന്നു. മുഖം കണ്ടാൽ അറിയാം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന്. എന്തു ചെയ്യാനാ സാറേ, ആ പെണ്ണ് എന്നെ വിട്ടുപോകുന്നില്ല. ഞാൻ അവക്ക് 1-2 സീരിയലിൽ നല്ല വേഷം മേടിച്ചു കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോ അവക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ പടത്തിൽ നായിക ആയിക്കോളാൻ. പക്ഷെ അവൾക്ക് ഗ്ലാമർ വേഷം ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു വേഷം തരാമെന്ന് ഞാനും. അതാ സാറിനെ വിളിച്ചത്. വേഷം കൊടുത്താ എന്തെങ്കിലും ഗുണമുണ്ടോ? ദേവൻ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. അത് മനസ്സിലാക്കിയ മട്ടിൽ അവനൊന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഞാൻ വിട്ട കേസാ സാറേ. സാർ എന്താന്ന് വെച്ച ചെയ്തോ. പരിചയപ്പെട്ടതിനൊക്കെ കൊണ്ടു നടന്ന ഞാനൊരു കൊച്ചു ശ്രീകൃഷ്ണനായി പോയേനെ സാറേ. ആ ഫലിതം ആസ്വദിച്ച് ദേവനും ചിരിച്ചു. അതൊക്കെ പോട്ടെ, ജോണിയുടെ മരണം നമ്മുടെ സിനിമയെ ബാധിക്കുമോ അശോക്? സാറ് പേടിക്കണ്ട, ഞാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്.
മാത്രമല്ല പോലീസിന്റെ തലപ്പത്ത് നിന്ന് തന്നെ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാവിധ പെർമിഷനും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം? പാവം ജോണി. ദേവൻ മന്ത്രിച്ചു. കാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഓടിപ്പോയി. രാത്രി ആയതോടെ സ്വന്തം മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ എല്ലാവർക്കും പേടി തോന്നി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എന്തോ ഒരു ഭീതി ആ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോലെ അവർക്കെല്ലാം തോന്നി. സിതാര കുറച്ചു നേരം TV കണ്ടുകൊണ്ടിരുന്നു. ആയ ഒരു തമിഴ് മാസിക വായിച്ചുകൊണ്ടിരുന്നു. ചെമ്പകം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സിതാര ടർക്കിയും മാറ്റാനുള്ള ഗൗണും എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറി. കുളിമുറിയുടെ വെന്റിലേറ്ററിനുള്ളിലൂടെ ദൂരെ കായലും തീരത്തെ മരങ്ങളും കാണാമായിരുന്നു. ഇട്ടിരുന്ന ഗൗണും അടിവസ്ത്രങ്ങളും അഴിച്ച് കമ്പിയിൽ തൂക്കിയ ശേഷം ഷവർ ഓണാക്കി അതിന്റെ കീഴിൽ നിന്നു. ഐസ് പോലെ തണുത്ത വെള്ളം ദേഹത്തേക്ക് ഒഴുകിയിറങ്ങി. അവൾ ദേഹത്ത് സോപ്പ് തേക്കുകയായിരുന്നു. പെട്ടെന്ന് കുളിമുറിയിലെ ബൾബ് ഒരു പൊട്ടിത്തെറിയോടെ അണഞ്ഞു. മുറിക്കുള്ളിൽ കനത്ത അന്ധകാരം നിറഞ്ഞു. സിതാര നിലവിളിച്ചു പോയി. അവൾ വേഗം ടർക്കി എടുത്ത് ചുറ്റിക്കൊണ്ട് കുളിമുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആയയെ വിളിച്ചു. ചെമ്പകം, ചെമ്പകം. എന്തമ്മ? മെഴുകുതിരി മേശപ്പുറത്തിരിപ്പുണ്ട്, ഒരെണ്ണം കത്തിച്ചുകൊണ്ടുവാ. ശരി അമ്മ. നിമിഷങ്ങൾക്കകം ചെമ്പകം കത്തിച്ചു പിടിച്ച മെഴുകുതിരിയുമായി അവൾ കരികിലേക്ക് വന്നു. പുറത്ത് നല്ല കാറ്റുണ്ട്, മഴ പെയ്യാനാവും, ചെമ്പകം പറഞ്ഞു. സിതാര മെഴുകുതിരി വാങ്ങി കുളിമുറിയിൽ കയറി. അത് വെന്റിലേറ്ററിന്റെ പടിയിൽ കുത്തി നിർത്തി. ടർക്കി അഴിച്ച് കമ്പിയിൽ തൂക്കി. പെട്ടെന്ന് തിരുനാളം ആരോ ഊതിക്കെടുത്തി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സിതാര ഇരുട്ട് കട്ടപിടിച്ചതുപോലെ കുളിമുറിയിൽ ഒരു രൂപത്തെ കണ്ട് നിലവിളിച്ചു. ഗൗൺ വലിച്ചെടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. ഓടുന്നതിനിടയിൽ അവൾ എങ്ങനെയോ ഗൗൺ ധരിച്ചു. പിന്നെ ചെമ്പകത്തെ ഉറക്കെ വിളിച്ചു. പക്ഷെ അവരുടെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സിതാര ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് വരാന്തയിലൂടെ ഓടി. ഇരുളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവൾ തപ്പി തടഞ്ഞു വീണു. എങ്കിലും അവിടെ നിന്ന് എണീറ്റ് മുന്നോട്ട് കുതിച്ചു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഒരു സ്പോർട്സ്മാന്റെ വേഗത്തിൽ തന്റെ പിന്നാലെ ആ വിചിത്ര സത്വം പാഞ്ഞു വരുന്നത് അവൾ കണ്ടു. വീടിന് പുറത്ത് റോഡിലേക്ക് അവൾ ഓടിക്കയറി. അവൾക്ക് പിന്നാലെ കുതിച്ച ആ സത്വത്തെ പാഞ്ഞു വന്ന ഒരു കാർ ഇടിച്ചു തെറിപ്പിച്ചു. അടുത്ത നിമിഷം ആ കാഴ്ച കണ്ട് സിതാര ഞെട്ടിവിറച്ചു പോയി. കാറിൽ നിന്നും ഡയറക്ടർ ദേവനും അശോകും ഇറങ്ങുന്നത് കണ്ട് സിതാര ആശ്വാസത്തോടെ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സിതു, എന്താ പറ്റിയത്? ആരാ കാറിന് മുന്നിൽ ചാടിയത്? ദേവൻ ഉദ്യോഗത്തോടെ തിരക്കി. സർ, അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. കാറിന്റെ മുന്നിലേക്ക് കൈ ചൂണ്ടി. ഹെഡ്ലൈറ്റിന്റെ പ്രകാശത്തിൽ അവർ ആ കാഴ്ച കണ്ടു. ദേഹം മുഴുവൻ രോമമുള്ളതും ചെന്നായുടെ മുഖത്തോട് സാമ്യമുള്ളതുമായ ഒരു വിചിത്ര ജീവി നിശ്ചലമായി കിടക്കുന്നു. അതിന്റെ തലയുടെ പകുതി ഭാഗം കാറിന്റെ ഇടിയേറ്റ് തകർന്നു പോയിരുന്നു. നെഞ്ചത്തും വലതുകാലിനും ടയർ കയറി അരഞ്ഞിട്ടുണ്ട്. ദേവൻ സർ, അത് കണ്ടോ? അശോക് പറഞ്ഞപ്പോഴാണ് അവരാ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. കാർ ഇടിച്ച് ചത്തുപോയ ആ ജന്തുവിന് ചുറ്റും പച്ച നിറമുള്ള ചോര ഒഴുകി പടർന്നിരിക്കുന്നു. ഐ ഗോഡ്, അതിന്റെ ചോരയുടെ നിറം പച്ചയാണ്. വിശ്വസിക്കാനാവാതെ ദേവൻ നിലവിളിച്ചു. ദേവൻ സർ, ഈ വിചിത്ര രൂപിയായിരിക്കും നമ്മുടെ ജോണിയെ കൊന്നത്. അത് ശരിയായിരിക്കുമെന്ന് ദേവനും തോന്നി. എന്താണ് സംഭവിച്ചത്? സിതാരയുടെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല. ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ബൾബ് പൊട്ടിത്തെറിച്ചു. ഉണ്ടായ സംഭവം വിവരിക്കുമ്പോൾ പോലും അവളുടെ മുഖത്ത് ഭയമായിരുന്നു. ഭാഗ്യം തുണച്ചു, അത് പറഞ്ഞാ മതി. ഈ ജന്തു ചത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് പേടിക്കണ്ടല്ലോ. ജോണിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞതും ഏതോ കാട്ടുമൃഗത്തിന്റെ ആക്രമണമാണ് മരണകാരണമെന്ന. ആക്രമിച്ചത് ഈ ജന്തുവായിക്കൂടുന്നില്ലല്ലോ. ഞാൻ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടറെ വിളിച്ച് വിവരം പറയട്ടെ. ദേവൻ ഫോൺ എടുത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു. ഈ ജന്തുവിന്റെ ശവം എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. റോഡിലുണ്ടായ സംഭവം അറിഞ്ഞ് യൂണിറ്റിലെ ആളുകൾ അങ്ങോട്ട് വന്നു. വിവരം അറിഞ്ഞ് അവർക്ക് ആശ്വാസമായി. തങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്ന അദൃശ്യനായ ആക്രമിയെ കണ്ടെത്തിയല്ലോ, ഇനി പേടിക്കാതെ കഴിയാം. ആ സത്വം ചത്തിട്ടുണ്ടോ എന്നായിരുന്നു ചിലരുടെ പേടി. ഒരുപക്ഷെ റോഡിൽ നിന്ന് എണീറ്റ് തങ്ങളുടെ നേരെ വരുമോ എന്നും അവർ ഭയപ്പെട്ടു. സിതാര അപ്പോഴാണ് ചെമ്പകത്തിന്റെ കാര്യം ഓർമ്മിച്ചത്. താൻ ഇറങ്ങി ഓടുമ്പോ ചെമ്പകത്തെ മുറിയിൽ കണ്ടിരുന്നില്ല. ആ വിവരം അവൾ ദേവനോട് പറഞ്ഞു. ദേവന്റെ നിർദ്ദേശപ്രകാരം പ്രൊഡക്ഷനിലെ ഒന്ന് രണ്ടു പേർ ചെമ്പകത്തെ തിരയാൻ പോയി.
നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഓടി വന്നു. സർ, ചെമ്പകം ആ വീട്ടിലെങ്ങുമില്ല. അയ്യോ! സിതാര ഞെട്ടിപ്പോയി. സാറേ, ആ കാട്ടുചെന്നായ ചെമ്പകത്തെ അപകടപ്പെടുത്തിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. എല്ലാവരുടെയും മനസ്സിൽ ആ ചിന്ത തന്നെയായിരുന്നു. കുറച്ചാളുകൾ ഇവിടെ നിൽക്ക്, നമുക്ക് ഈ വീടും പരിസരവും കായൽ തീരവും എല്ലാം അഴിച്ചു പെറുക്കാം. അപ്പോഴേക്കും പോലീസ് എത്തും. യൂണിറ്റിലെ 4-5 മല്ലന്മാരെ കാവൽ നിർത്തിയിട്ട് മറ്റുള്ളവർ 2 സംഘമായി ചെമ്പകത്തെ തിരയാൻ പോയി. കായൽ തീരത്തും വനാതിർത്തിയിലും എല്ലാം അവർ തിരച്ചിൽ നടത്തിയെങ്കിലും ചെമ്പകത്തെ മാത്രം കണ്ടുകിട്ടിയില്ല. നിരാശരായി എല്ലാവരും തിരിച്ചു വന്നു. അപ്പോഴേക്കും പോലീസ് ജീപ്പ് കാറിനടുത്തായി വന്നു നിന്നു. ജീപ്പിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണുവും 2 പോലീസുകാരും ഇറങ്ങി. ദേവൻ ഉണ്ടായ സംഭവം ഒറ്റ വാക്കിൽ പറഞ്ഞു കേൾപ്പിച്ചു. കൂട്ടത്തിൽ ചെമ്പകത്തിന്റെ തിരോധാനത്തിന്റെ കാര്യവും പറഞ്ഞു. നിങ്ങൾ അന്വേഷിച്ചിട്ട് കാണാത്ത സ്ഥിതിക്ക് ഇനി ഈ രാത്രിയിൽ നോക്കിയിട്ട് ഫലമുണ്ടെന്ന് തോന്നുന്നില്ല. രാവിലെ അന്വേഷിക്കാം. ഈ വിചിത്ര ജന്തു തന്നെ ആയിരിക്കും നിങ്ങളുടെ ജോണിയെ കൊന്നത്, അല്ലെ മിസ്റ്റർ ദേവൻ? തെളിവുകൾ സൂചിപ്പിക്കുന്നത് അതാണ് സാറേ. ഒരു കാര്യം ചെയ്യാം, ഈ ശവം തൽക്കാലം ഗവൺമെന്റ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റാം. പിന്നെ വേണ്ടത് ചെയ്യാം. വിചിത്ര ജീവിയെക്കുറിച്ച് ഡോക്ടർമാർക്കും ഗവേഷകർക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ശരീരത്തിലെ ചോരയ്ക്ക് പച്ച നിറമുള്ള ഒരു ജന്തുവിനെ കുറിച്ച്. ചില ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ദേവൻ, നിങ്ങളുടെ ഹൊറർ സിനിമയ്ക്ക് വേണമെങ്കിൽ ഈ സംഭവം തന്നെ ഒരു കഥയാക്കി മാറ്റാമല്ലോ. യൂണിറ്റിലെ 2-3 ആളുകൾ ചേർന്ന് ആ ജന്തുവിനെ എടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി. ദേവനും അശോകും ഞങ്ങൾക്ക് പിന്നാലെ പോന്നോളൂ. ശരി സാർ. പോലീസ് ജീപ്പ് ഇരുളിലൂടെ 2 മാളങ്ങൾ തീർത്തുകൊണ്ട് പാഞ്ഞുപോയി. സിത്തു, നീ വിഷമിക്കാതെ, ചെമ്പകത്തെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോ യമുനയുടെ മുറിയിലേക്ക് പോയിക്കോളൂ, ഞങ്ങള് ഉടനെ വന്നേക്കാം. അശോകും ദേവനും കാറിൽ കയറി. കാർ ജീപ്പിന് പിന്നാലെ പാഞ്ഞു. സിതാര, കഴിഞ്ഞത് കഴിഞ്ഞു, നീ വരൂ, ഞാൻ മുറിയിൽ കൊണ്ടു ചെന്നാക്കാം. സിതാര തിരിഞ്ഞു നിന്നു. സുനിൽ ചന്ദ്രനാണ് ഈ സിനിമയിലെ നായകൻ. ആ വാക്കുകൾ അവൾക്ക് ആശ്വാസമാണ് നൽകിയത്. പോകാം. സുനിലിനൊപ്പം നടക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം കൈവന്നതുപോലെ തോന്നി. ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സുനിലിനെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ദേവൻ സാറാണ്. സിധു, ഇത് സുനിചന്ദ്രൻ, കാട്ടുചെന്നായിലെ നായകൻ. സുനിൽ ഇതിനു മുമ്പ് 1-2 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ആളെ മനസ്സിലായി സർ. സ്വർണ്ണത്താമരയിലെ ഹിറ്റ് ഗാനരംഗത്ത് അഭിനയിച്ച ആളല്ലേ? ആ മുഖം ആരും മറക്കില്ല. ചിരിയോടെ സിതാര പറഞ്ഞു. എന്താ ഇത്ര ആലോചന? സുനിലിന്റെ ശബ്ദം കേട്ടവൾ ചിന്തയിൽ നിന്നുണർന്നു. യമുനയുടെ മുറിയുടെ വാതിൽക്കൽ വരെ സുനിൽ അവളെ അനുഗമിച്ചു. യമുനയും അമ്മയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. വാ മോളെ, കിടക്കാം, നേരം ഒരുപാടായി, ഗോമതി പറഞ്ഞു. സുനിൽ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൻ കൈവീശിട്ട് വരാന്തയിലൂടെ തന്റെ മുറിയിലേക്ക് പോയി. കായലിൽ വിശ്രമിക്കുന്ന ഹൗസ് ബോട്ടിനുള്ളിലായിരുന്നു ലോലിത. അവൾക്ക് സമീപം സോഫയിൽ മദ്യം നുണഞ്ഞുകൊണ്ട് അയാൾ ഇരുന്നു. സേവ്യർ ജോൺ, അശോകിന്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറും ജ്വല്ലറി ഉടമയാണ് സേവ്യർ, അവിവാഹിതൻ. എന്താടി പെണ്ണെ, നിനക്കൊരു മൂടില്ലാത്തതുപോലെ? അശോക് വരാത്തത് കൊണ്ടാണോ? ഈ രാത്രി നിന്നെ അവൻ എനിക്ക് തീരെഴുതി തന്നിരിക്കുകയാണെന്ന് അറിയാമോ നിനക്ക്? ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെയാ, എന്ത് കിട്ടിയാലും പങ്കിട്ടെടുക്കും. സേവ്യർ മദ്യം സിപ്പ് ചെയ്തു. അവന്റെ തലയ്ക്ക് ലഹരി ബാധിക്കാൻ തുടങ്ങിയിരുന്നു. അശോക് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ, വരാൻ വൈകുമെന്ന്. സിനിമക്കാർ താമസിക്കുന്ന വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, പോലീസ് വന്നെന്നൊക്കെ പറയുന്നത് കേട്ടു. ലോലിത ടീപ്പോയുടെ പുറത്തിരുന്ന ബിയർ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. ഞാൻ അന്നേ അവനോട് പറഞ്ഞതാ, സിനിമാ പിടുത്തം നമുക്ക് പറ്റിയ പണിയില്ലെന്ന്. എന്നിട്ട് അവൻ കേട്ടോ? അതൊക്കെ പോട്ടെ, നീ വേണമെങ്കിൽ ഒരു ലാർജ് പിടിപ്പിച്ചോ, ഒരു മൂഡ് കിട്ടാൻ നല്ലതാ. എനിക്ക് വേണ്ട. നീ എത്ര ദിവസമായി കായലിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്? അതിനുള്ള നക്കാപ്പിച്ച വല്ലതും അശോക് തരുമോ? എന്താ സേവ്യറെ, ഈ കാര്യവും ബിസിനസ്സുമായി കൂട്ടിക്കൊഴിക്കണോ? സേവ്യറിന് എല്ലാ കാര്യവും ബിസിനസ്സാ മോളെ. പെണ്ണായാലും പൊന്നായാലും. നേരെ ഒരുപാടായി, പുറത്ത് മഞ്ഞുണ്ട്, തണുത്ത കാറ്റും, നമുക്ക് കിടക്കാം. അവൻ നേരം വിളിക്കുമ്പോ വന്നോളൂ, നീ വാ. സേവ്യർ മധ്യ ഗ്ലാസ് ടീപ്പോയുടെ പുറത്ത് വെച്ച് എണീറ്റു. പിന്നെ ലോലിതയുടെ കൈ പിടിച്ച്
അവളെയും കൂട്ടിക്കൊണ്ട് കിടപ്പുമുറിയിലേക്ക് നടന്നു. സേവ്യർ ബെഡിൽ ഇരുന്നു കൊണ്ട് ലോലിതയെ നോക്കി. അവൾ ഒരു കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു. സോളമൻ മോർച്ചറിയിലേക്ക് ചെന്നു. ഇൻസ്പെക്ടറും ദേവനും വിചിത്ര ജന്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അതിനെ ഒന്ന് കാണണമെന്ന് കരുതിയതാണ്. തിരക്ക് മൂലം അതിന് കഴിഞ്ഞില്ല. എന്താ സർ രാത്രി? വാച്ച്മാൻ രാഘവൻ ചോദിച്ചു. രാഘവ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നില്ലേ? അതൊരു മനുഷ്യന്റെ അല്ല, മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വിചിത്ര ജന്തുവിന്റെയാണ്. നേരാണോ സാറേ? എനിക്ക് അറിയില്ലായിരുന്നു. രാഘവൻ, വാതിൽ തുറക്ക്, ഞാൻ ആ ശരീരം ഒന്ന് കാണട്ടെ. രാഘവൻ പെട്ടെന്ന് തന്നെ താക്കോലെടുത്ത് വാതിൽ തുറന്നു. ഡോക്ടർ അകത്ത് കയറി. സാറേ, മൂന്നാമത്തെ ടേബിളിൽ അവസാനം കിടക്കുന്നതാ, വാച്ച്മാൻ വിളിച്ചു പറഞ്ഞു. ഡോക്ടർ ടേബിളിനരികിലെത്തി. ശവം മൂടിയിരുന്ന തുണി വലിച്ചു മാറ്റി. അയ്യോ! ഡോക്ടർ സോളമൻ നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് ചാടി. ഡോക്ടർ സോളമൻ വിചിത്രമായ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ആ ജന്തുവിന്റെ തകർന്നു പോയ തലയുടെ ഭാഗത്ത് ആയിരക്കണക്കിന് വലിയ പുഴുക്കൾ നുരയ്ക്കുന്നു. മാത്രമല്ല അതിന്റെ അരഞ്ഞുപോയ നെഞ്ചും കൂടെ പതുക്കെ ചലിക്കുന്നതായും ഡോക്ടർക്ക് തോന്നി. രാഘവ! ഡോക്ടർ ഉറക്കെ വാച്ച്മാനെ വിളിച്ചു. ഡോക്ടറുടെ നിലവിളി കേട്ട അമ്പരന്ന് നിൽക്കുകയായിരുന്ന രാഘവൻ ഓടി വന്നു. എന്താ സാറേ? ഇത് കണ്ടോ? രാഘവൻ പോലും ഒന്നും ഞെട്ടി. ഇത് ചത്തിട്ടില്ല, ഇതിന് ജീവനുണ്ട്, നെഞ്ചിൽ അനക്കമുണ്ട്. ഡോക്ടർ പതുക്കെ തന്റെ വലതുകൈ ആ ജന്തുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് അമർത്തി പിടിച്ചു. ശരിയാണ്, ഹൃദയം ഇടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ വിചിത്ര സത്യത്തിന്റെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർന്ന് ഡോക്ടറുടെ തോളിൽ പതിച്ചു. അയ്യോ! ഇരുമ്പ് തൂൺ വീണതുപോലെ ഡോക്ടർ നിലവിളിച്ചു പോയി. ആ ജന്തുവിന്റെ ചോര നിറമുള്ള കണ്ണുകൾ തുറന്നു. പിന്നെ ഡോക്ടറെ വലിച്ച് അതിന്റെ ദേഹത്തേക്കിട്ടു. രാഘവ, എന്നെ രക്ഷിക്ക്! നിലവിളിച്ചുകൊണ്ട് ഡോക്ടർ കുതറി. പക്ഷെ ഒന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. നാലാളുടെ ശക്തി ആ ജന്തുവിനുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അതിന്റെ കൂർത്ത പല്ലുകൾ ഡോക്ടറുടെ കഴുത്തിൽ തുളഞ്ഞിറങ്ങി. വേദന കൊണ്ട് ഡോക്ടർ പുളഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്ന രാഘവൻ മുറിയുടെ മൂലയിൽ ചാരി വെച്ചിരുന്ന ഇരുമ്പ് കമ്പി എടുത്ത് ആ ജന്തുവിന്റെ വയറ്റിൽ കുത്തിയിറക്കി. പെട്ടെന്ന് ചോര കുടിച്ചുകൊണ്ടിരുന്ന അതിന്റെ തല നിശ്ചലമായി. പിന്നെ പൈശാചിക ശബ്ദത്തിൽ അത് വായ തുറന്നു. കണ്ണുകൾ തുറന്ന് പുറത്തേക്ക് തുറിച്ചു വന്നു. ആ കാഴ്ച കണ്ട് ഡോക്ടർ നിലവിളിച്ചു. രാഘവൻ കമ്പി വലിച്ചൂരിയെടുത്തിട്ട് വീണ്ടും വീണ്ടും കുത്തിയിറക്കി. ഡോക്ടറെ തറയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ജന്തു പിടഞ്ഞു പിടഞ്ഞ് നിശ്ചലമായി. കലി തീരാത്ത രാഘവൻ അതിന്റെ നെഞ്ചിലും കമ്പിവടി കുത്തിയിറക്കി. പച്ച നിറത്തിലുള്ള കൊഴുത്ത രക്തം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട് രാഘവൻ ഞെട്ടിപ്പോയി. അയാൾ ഓടിച്ചെന്ന് ഡോക്ടറെ പിടിച്ചെണീപ്പിച്ചു. സാറേ, സാറേ! ഡോക്ടർ ഉറക്കത്തിൽ നിന്ന പോലെ എണീറ്റു. പിന്നെ മനസ്സിലാകാത്ത മട്ടിൽ രാഘവനെ തുറച്ചു നോക്കി. സാറേ, അത് ചത്തു, ഇനി ഒന്നും പേടിക്കണ്ട, ഞാൻ അതിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും, കലിപ്പോടെ അയാൾ പറഞ്ഞു. രാഘവൻ ഡോക്ടറുടെ കഴുത്തിലെ ചോരയൊലിക്കുന്ന മുറിപ്പാട് കണ്ടു. നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ സാറേ. രാഘവന്റെ കൈ തട്ടിമാറ്റി ഡോക്ടർ സോളമൻ ഒരു കൊടുങ്കാറ്റ് പോലെ മോർച്ചറിയിൽ നിന്നിറങ്ങി ഓടി. രാഘവൻ അന്തം വിട്ടു നിന്നു. ആ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ കഥയിൽ ഒരു മാറ്റം വരുത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദേവൻ അശോകിന്റെ മുഖത്തേക്ക് നോക്കി. കാർ കായലോര റോഡിലൂടെ ഓടുകയായിരുന്നു. എങ്ങനെ മാറ്റം വരുത്തണമെന്നാ? ഇതുപോലെ ഒരു ചെന്നായ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നു. കഥയുടെ ഒരു പ്രധാന വഴിത്തിരിവായിരിക്കാം അത്. ഒരു പുതുമയും ഉണ്ടാകും. എങ്കിൽ നാളെ തന്നെ മുരളിപ്രസാദുമായി സംസാരിച്ച് സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റം വരുത്തണം. കാർ ഓടിക്കൊണ്ടിരുന്നു. ഒരു വശത്ത് കായലും മറുവശത്ത് കാടും. കിഴക്ക് പൊന്നുരുളി കമിഴ്ത്തിയതുപോലെ നിലാവ് ഉദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം കായലിൽ വീണുകിടന്നു. അശോക്, കാർ നിർത്ത്, പെട്ടെന്ന് ദേവൻ പറഞ്ഞു. എന്താ? ബ്രേക്ക് അമർത്തിക്കൊണ്ട് അശോക് തിരക്കി. അതാ, അത് കണ്ടോ, അവിടെ ഒരു വെളിച്ചം. ദേവൻ കാടിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി. അശോകും ആ കാഴ്ച കണ്ടു. കാട്ടിനുള്ളിൽ പഴക്കമേറിയ ഒരു കെട്ടിടം അവർ കണ്ടു. ഇത് പഴയൊരു പള്ളിയല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഡച്ചുകാർ സ്ഥാപിച്ചത്. അവിടെ ആരും താമസമില്ലല്ലോ. താടി ചൊറിഞ്ഞുകൊണ്ട് അശോക് പറഞ്ഞു. പിന്നെ എങ്ങനെ പ്രകാശം വന്നു? കണ്ടോ, അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നേരിയ പ്രകാശത്തിൽ നീണ്ട് തൊപ്പിവെച്ച ഒരു മനുഷ്യൻ കയ്യിലൊരു ചാക്കുകെട്ടുമായി പള്ളിയുടെ പിൻഭാഗത്തേക്ക് മറഞ്ഞു. വെളിച്ചവും അപ്രത്യക്ഷമായി. കാർമേഘത്തിൽ നിന്നും ചന്ദ്രിക പുറത്തു വന്നപ്പോൾ വലിയൊരു ട്രക്ക് പള്ളിയുടെ സമീപം കിടക്കുന്നതും അവർ കണ്ടു. അശോക്, നമുക്കൊന്ന് പോയി നോക്കിയാലോ?
ഈ രാത്രിയിലോ? കൊള്ളക്കാരോ കള്ളന്മാരോ ആയിരിക്കും. നമ്മളെ ആ സമയത്ത് കണ്ട അവർ വെറുതെ വിടുമോ? വാ സാറേ, പോകാം. സാറിന് നിർബന്ധമാണെങ്കിൽ പകല് വന്ന് അന്വേഷിക്കാം. അശോക് പറഞ്ഞത് ശരിയാണെന്ന് ദേവനും തോന്നി. പോകാം. കാർ മുന്നോട്ട് നീങ്ങി. നേരം പുലർന്നു. ലോലിത കണ്ണും തിരുമ്മി എണീറ്റു. അടുത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന സേവരെ നോക്കി. വലിയൊരു ബിസിനസ്സുകാരൻ, കോടീശ്വരൻ. പക്ഷെ പെണ്ണ് വിചാരിച്ച പട്ടിയെ പോലെ വാലുമാട്ടി വരും. അവൾ മന്ത്രിച്ചു. ലോലിത പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം കിടപ്പുമുറിയിലേക്ക് വന്നു. ഡോക്ടർ, ഡോക്ടർ! ആരോ വിളിക്കുന്നത് കേട്ട് കസേരയിൽ ഇരുന്ന് മയങ്ങുകയായിരുന്ന ഡോക്ടർ സോളമൻ കണ്ണു തുറന്നു. മുന്നിൽ നേഴ്സ് സ്റ്റെല്ല. ഡോക്ടർ, നേരം പുലർന്നു, എന്തൊരു ഉറക്കമാണ്! പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു സ്റ്റെല്ല. സോളമൻ എണീറ്റ് നിന്നു. പിന്നെ ചെന്നായ മുരളുന്നത് പോലെ ഒരു ശബ്ദം കേൾപ്പിച്ചു. സ്റ്റെല്ല ഞെട്ടലോടെ ഡോക്ടറെ നോക്കി. ഡോക്ടർ, അതെന്താ ഒരു ശബ്ദം കേട്ടത്? അവൾ ചുറ്റും നോക്കി. പെട്ടെന്ന് ഡോക്ടർ അവളെ നോക്കി പല്ലിളിച്ചു. അപ്പോൾ ഡോക്ടറുടെ കടവായിലൂടെ കൂർത്ത രണ്ട് പല്ലുകൾ പുറത്തേക്ക് ചാടിയത് കണ്ട് നിലവിളിച്ചുകൊണ്ട് സ്റ്റെല്ല ഓടി. ചെന്നായെ പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സോളമൻ സ്റ്റെല്ലയുടെ പിന്നാലെ കുതിച്ചു. സ്റ്റെല്ല സ്റ്റോർ റൂമിന്റെ ഭാഗത്തേക്കാണ് ഓടിയത്. രാവിലെ ആയതിനാൽ ആ ഭാഗം തീർത്തും വിജനമായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സോളമൻ തന്റെ പിന്നാലെ വരുന്നത് കണ്ടു. തനിക്ക് പരിചയമുള്ള ഡോക്ടർ സോളമൻ അല്ല ഇപ്പോ തന്റെ പിന്നാലെ വരുന്നതെന്ന് അവൾക്ക് തോന്നി. ഡോക്ടർക്ക് എന്ത് പറ്റി? എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഓടുന്നതിനിടയിൽ സ്റ്റെല്ല ചിന്തിച്ചത് അങ്ങനെയാണ്. വരാന്തയുടെ അറ്റത്ത് വഴി അവസാനിച്ചപ്പോ സ്റ്റെല്ല തൊട്ടടുത്ത് കണ്ട് മുറിയിലേക്ക് ഓടിക്കയറി വലിയൊരു കാർബോർഡ് പെട്ടിയുടെ പിന്നിൽ ഒളിച്ചു. മുറിക്കുള്ളിലേക്ക് കയറിയ സോളമൻ ചെന്നായ മണം പിടിക്കുന്നത് പോലെ മൂക്കിളക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. സ്റ്റെല്ല ഒളിച്ചിരുന്ന പെട്ടിയുടെ മുന്നിലെത്തി. എന്നിട്ട് കൈ നീട്ടി അതിന്റെ പിന്നിൽ നിന്നും അവളെ പിടിച്ച് പുറത്തേക്കിട്ടു. ഡോക്ടർ, പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്! സ്റ്റെല്ല നിലവിളിക്കിടയിൽ പറഞ്ഞു. എന്നാൽ അയാൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവളുടെ യൂണിഫോം ഒറ്റ വലിക്ക് ചീന്തി എറിഞ്ഞു. പിന്നെ അവളെ കടന്നു പിടിച്ച് മാറോട് ചേർത്തു. അയ്യോ, രക്ഷിക്കണേ! സ്റ്റെല്ല ഉറക്കെ നിലവിളിച്ചു. നഗരത്തിലെ പേരുകേട്ട ആതുരാലയമാണ് ഹെവൻ ഹോസ്പിറ്റൽ. ഡോക്ടർ സോമസുന്ദരമാണ് അതിന്റെ ഉടമസ്ഥൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണത് ഇന്നത്തെ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ഡോക്ടർ ജൂലി ജോൺ റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോഴാണ് മൊബൈൽ ചിലച്ചത്. അവൾ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. സേവർ ജോണിന്റെ പേര് കണ്ടു. ഹലോ ചേട്ടാ, എന്താ വിശേഷിച്ച്? ചേട്ടൻ എവിടെയാ? 2 ദിവസമായല്ലോ വീട്ടിലേക്ക് വന്നിട്ട്. ജൂലി തിരക്കി. മോളെ, ഞാൻ മംഗലാപുരത്താണ്. ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തും. പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടു, ശരിയാണെന്നോ അറിയില്ല. എന്താ ചേട്ടാ? ജൂലി ഉദ്യോഗഭരിതയായി. നമ്മുടെ സോളമൻ. എന്റെ സോളമൻ എന്തു പറ്റി? ജൂലി കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. സോളമന് ഒരബദ്ധം പറ്റി. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു നേഴ്സിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഓടി വന്ന അറ്റൻഡറെ പരിക്കേൽപ്പിച്ചു. അവൻ ഒരു ഇരുമ്പ് വടിക്ക് ഡോക്ടറുടെ തലക്കടിച്ചു. സീരിയസ് ആണെന്നാ കേട്ടത്. പറ്റുമെങ്കിൽ നീ ഹോസ്പിറ്റൽ വരെ പോയി വിവരമൊന്നും അറിയണം. അപ്പുറത്ത് സേവ്യർ അവസാനം പറഞ്ഞതോ ഫോൺ കട്ടായതോ ജൂലി അറിഞ്ഞില്ല. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. തന്റെ സോളമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത മാസം 15-ന് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്നതാണ്. ഇനി ജൂലി കണ്ണു തുടച്ചുകൊണ്ട് എണീറ്റു. പിന്നെ ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി കാറിൽ കയറി. കാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. കാറിലിരിക്കുമ്പോ ജൂലി ചിന്തിച്ചത് സോളമനെ കുറിച്ചായിരുന്നു. MBBS പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധമായിരുന്നു തങ്ങളുടേത്. തന്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സോളമൻ തുറന്നു പറഞ്ഞപ്പോ താൻ ഞെട്ടിയില്ല. സോളമനെ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 2 വീട്ടുകാർക്കും സമ്മതം. സോളമന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും തന്നെ ഒരുപാട് ഇഷ്ടമായി. മംഗലാപുരത്ത് നഴ്സിംഗിന് പഠിക്കുന്ന സഹോദരി അവധിക്ക് വന്നപ്പോഴേ തന്നെ കാണാൻ ഓടി വന്നു. കണ്ടപാടെ ചേട്ടത്തി എന്നാണ് അവൾ വിളിച്ചത്. തന്റെ ചേട്ടനും സോളമനെ ഇഷ്ടമായിരുന്നു. മനസമ്മതവും മോതിരമാറ്റവും നടത്തി. പക്ഷെ ഇപ്പോ ജൂലിയുടെ കവിൾത്തടം കണ്ണുനീർ വീണ് നനഞ്ഞു. ഇടയ്ക്ക് കാറിന്റെ നിയന്ത്രണം ഒന്ന് പാളി.
സോളമൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമെന്ന് എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അരമണിക്കൂർ കൊണ്ട് കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് പ്ലേസിൽ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങി ജൂലി ഓടുകയായിരുന്നു. അവളുടെ ഓട്ടം അവസാനിച്ചത് ICUവിന്റെ മുന്നിലായിരുന്നു. എന്താ ഡോക്ടർ? അവളെ പരിചയമുള്ള നഴ്സ് ശോഭ അടുത്തേക്ക് വന്നു. ശോഭേ, ഡോക്ടർ സോളമൻ. കിതപ്പിനിടയിൽ അവൾക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല. ICUവിലുണ്ട്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ മുഹമ്മദ് ബഷീർ പറഞ്ഞത്. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? പ്ലീസ് ശോഭെ, യാചിക്കും പോലെ ജൂലി ശോഭയെ നോക്കി. ശോഭ ഉണ്ടായതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊക്കെ സത്യമാണോ ശോഭെ? അറ്റൻഡർ വിജയൻ വാർഡിലുണ്ട്. കാലിന്റെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്, കൈക്കും പരിക്കുണ്ട്. സ്റ്റെല്ലയോ? ആ കുട്ടി മാനസികമായി ആകെ തളർന്നുപോയി. ക്വാർട്ടേഴ്സിലുണ്ട്. പോലീസ് പരാതി കൊടുത്തോ? ഇല്ല, അത് വേണ്ടെന്നാ ഞങ്ങൾ തീരുമാനിച്ചത്. നന്നായി. ഇന്നലെ രാത്രി മുതൽ സോളമൻ ഡോക്ടർക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. മോർച്ചറിയുടെ വാച്ച്മാൻ രാഘവൻ അതിന് സാക്ഷിയാണ്. ശോഭ പറയുന്നതൊന്നും ജൂലി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാനൊന്ന് എന്റെ സോളമനെ കണ്ടോട്ടെ. അവൾ ICUവിന്റെ വാതിൽ തുറന്ന് അകത്തു കയറി. തല മുഴുവൻ ബാൻഡേജിൽ പൊതിഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് സോളമൻ. മുഖത്ത് ഓക്സിജൻ മാസ്ക് ഉണ്ട്. സ്റ്റാൻഡിൽ തൂങ്ങിക്കിടക്കുന്ന ബ്ലഡ് ബോട്ടിലും ഗ്ലൂക്കോസും. അതിൽ നിന്നും ദേഹത്തേക്ക് ട്യൂബുകൾ ഘടിപ്പിച്ചിരുന്നു. നെഞ്ചിന്റെ ഭാഗത്ത് നേരിയൊരു ചലനമുണ്ട്. ജീവനുണ്ടെന്ന് തിരിച്ചറിയാൻ അത്രമാത്രം. ജൂലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. സ്റ്റെല്ല ബാത്റൂമിലായിരുന്നു. ഷവറിൽ നിന്നും നഗ്നമായ ദേഹത്തേക്ക് വെള്ളം ചിതറി വീണപ്പോൾ അവിടെവിടെയായി നീറ്റൽ അനുഭവപ്പെട്ടു. ഡോക്ടറുടെ പല്ലും നഖവും കൊണ്ട ഭാഗങ്ങളിലാണ് വേദന. അവൾ കുനിഞ്ഞ് അടിവയറ്റിലേക്ക് നോക്കി. പൊക്കിളിന് താഴെയായി നെടുനീളത്തിൽ ഒരു മുറിവ്. അതിൽ ചോര പൊടിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വെള്ളം വീണപ്പോ വല്ലാത്ത നീറ്റൽ. വയറ്റിൽ ഉമ്മ വെച്ചപ്പോ ഡോക്ടറുടെ കോമ്പലുകൾ കൊണ്ട് മുറിഞ്ഞതാണ്. അവൾ അവിടെ അമർത്തിയപ്പോ ചോര പുറത്തേക്ക് ചീറ്റി. ദേഹത്തുകൂടി ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ കലർന്ന് ആ ചോര താഴേക്ക് ഒഴുകിപ്പോയി. പെട്ടെന്ന് ആ മുറിവിൽ നിന്നും വലിയൊരു പുഴു തലനീട്ടുന്നത് കണ്ട് സ്റ്റെല്ല നിലവിളിച്ചു. അവൾ വേഗം ഡെറ്റോൾ എടുത്ത് മുറിവിൽ തേച്ചു. ആ പുഴു താഴേക്ക് വീണു. കുളിമുറിയുടെ തറയിൽ അസംഖ്യം പുഴുക്കൾ നിറയുന്നത് കണ്ട് സ്റ്റെല്ല അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടി. കായലോളങ്ങളിൽ ഉമ്മ വെച്ചുകൊണ്ട് ഹൗസ് ബോട്ട് കിടപ്പുണ്ടായിരുന്നു. സേവ്യർ ജോൺ പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പെങ്ങളെ കെട്ടാൻ പോകുന്ന ഡോക്ടർ ആള് മോശക്കാരനല്ലല്ലോ. അളിയന് പറ്റിയ കക്ഷി തന്നെ. പട്ടാ പകൽ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ധൈര്യം കാണിച്ചല്ലോ വീരൻ. സോളമൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഹോസ്പിറ്റലിൽ പോയി സോളമനെ കാണണം. നിന്റെ അശോക് വരുമ്പോ പറഞ്ഞേക്ക്. സോളമൻ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടത്ത് വെച്ചു. ഡ്രൈവർ കാറുമായി ഇപ്പൊ വരുമോ? വന്നു കഴിഞ്ഞു. കായലോര റോഡിൽ ഒരു സ്കോഡ വന്നു നിൽക്കുന്നത് ലൂലിത കണ്ടു. ഇനി എന്താ കാണുക? ഒരു കാമുകിയുടെ പരിഭവത്തോടെ അവൾ തിരക്കി. 3-4 ദിവസത്തേക്ക് നോക്കണ്ട. സോളമൻ പ്രശ്നം എന്താണെന്ന് അറിയട്ടെ. ഞാൻ വിളിക്കാം. സിയു. സേവ്യർ ജോൺ കരയിലേക്ക് ഇറങ്ങി നടന്നു ചെന്ന് കാറിൽ കയറുന്നത് ലൂലിത കണ്ടു. അവൾ മൊബൈൽ എടുത്ത് അശോകിന്റെ നമ്പർ കുത്തി. മറുവശത്ത് പുതിയ പാട്ട് കേട്ടു. പിന്നാലെ അശോകിന്റെ ശബ്ദവും. എന്താ, ആ കഴിവേറി പോയോ? പോയി. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അശോക് എപ്പോഴാ വരുന്നത്? ഞാൻ വൈകിട്ട് തീർച്ചയായും വരാം. എന്റെ സിനിമയുടെ ചില പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ്. ഓക്കെ. അയാൾ ഫോൺ കട്ടാക്കി. മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് ലോലിത കുറെ നേരം ആലോചിച്ചു. പെട്ടെന്ന് മുറിക്കുള്ളിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു നോക്കി. ബോട്ടിന്റെ ജനാലയിൽ ഒരു കറുത്ത പൂച്ച അവളെ നോക്കിയിരിക്കുന്നു. അതിന്റെ കണ്ണുകൾ വൈരം പോലെ തിളങ്ങി. അവൾ ഒച്ചയിട്ടതും ആ പൂച്ച ബോട്ടിനുള്ളിലേക്ക് ഓടി മറിഞ്ഞു. ഡയറക്ടർ ദേവൻ സിതാരയുടെ അടുത്തേക്ക് വന്നു. നൈറ്റ് ഗൗൺ മാത്രമായിരുന്നു അവളുടെ വേഷം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ തിരക്കഥയിൽ പുതിയതായി ഉണ്ടാക്കിയതാണ്. അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ഓ, മനുഷ്യച്ചെന്നായി വരുന്ന രംഗം അല്ലേ സാറേ? അതെ, ഈ രംഗം മുതലാണ് കഥയുടെ പുതിയ വഴിത്തിരിവ്. കാട്ടിറമ്പിനുള്ളിൽ കായലിലായിരുന്നു അന്നത്തെ സിനിമാ ഷൂട്ടിംഗ്. ഡയറക്ടർ ദേവൻ സിതാരയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തു. ഷഡ്ഡിയും ബ്രേസറും ഇട്ടുകൊണ്ട് സിതാര തൊട്ടടുത്തുള്ള പാറപ്പുറത്ത് കയറി മലർന്നു കിടന്നു. മുടിത്തുമ്പ് വെള്ളത്തിൽ മുട്ടി നിന്നു. ദൂരെ മരങ്ങൾക്കിടയിലായിരുന്നു ക്യാമറയും യൂണിറ്റ് അംഗങ്ങളും. ദേവൻ മെഗാഫോണിലൂടെ ആക്ഷൻ പറഞ്ഞതും
സിതാര പാറപ്പുറത്തു നിന്നും വെള്ളത്തിലിറങ്ങി മുങ്ങിപ്പൊങ്ങി. ഒരു കാലെടുത്ത് കല്ലിന്റെ പുറത്ത് വെച്ച് സോപ്പ് തേക്കാൻ തുടങ്ങി. വീണ്ടും വെള്ളത്തിലിറങ്ങി മുങ്ങിയിട്ട് പാറപ്പുറത്ത് കയറി മുടി കോതിയിട്ടുകൊണ്ട് ദൂരേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് വെള്ളത്തിൽ കുമിള ഉയർന്നു വന്നു. അടുത്ത നിമിഷം വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്ന രോമം നിറഞ്ഞ ഒരു കൈ അവളുടെ കാലിൽ പിടിച്ചു വലിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തിൽ വലിയൊരു കല്ല് വീണാൽ എന്ന പോലൊരു ശബ്ദവും ഓളങ്ങളും ഉണ്ടായി. കട്ട്! മെഗാഫോണിലൂടെ ഡയറക്ടർ ദേവൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ക്യാമറമാനെ നോക്കി. രവിശങ്കർ, സീൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ, വളരെ ഒറിജിനൽ ആയിട്ടുണ്ട്. ആ കുട്ടി വെള്ളത്തിലേക്ക് വീണത് നന്നായിരുന്നു, രവിശങ്കർ പറഞ്ഞു. കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടും സിതാര വെള്ളത്തിൽ നിന്നും പൊങ്ങി വരാത്തത് കൊണ്ട് ദേവൻ പരിഭ്രമിച്ചു. ആരെങ്കിലും ഒന്ന് ഓടിച്ചെല്ല്, അടിയൊഴുക്കുള്ള സ്ഥലമാണ്, ദേവൻ വിളിച്ചു പറഞ്ഞതും യൂണിറ്റിലെ കരുത്തന്മാരായ രാജനും സുകുമാരനും കായൽ തീരത്തേക്ക് ഓടി. പിന്നാലെ ദേവനും അശോകും ചെന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.